ഹായ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലാണ്. നമ്മളിന്ന് കല്യാണത്തിന്റെ തലേ ദിവസമാണ്. ഇന്ന് ഇവിടെ സംഗീത നൈറ്റ് ആണ്. അപ്പൊ സംഗീത നൈറ്റില് നമ്മുടെ വിശിഷ്ട ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ മേക്കപ്പ് മാനും പിന്നെ മേക്കപ്പ് മാനിന്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും ഉണ്ട്. ഞാനാണ് മേക്കപ്പ്, എന്റെ മുഖത്താണ് മേക്കപ്പ് ഇടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് മേക്കപ്പ് ചെയ്യണ കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാ ദേവുണ്ട് ട്രോഫി ഇട്ടോ കാണിച്ചേ. എന്താ ഇതിനെ പോടാ സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം ദേവനാരായണൻ ഇൻ കറപ്ഷൻ ഓഫ് എന്തിനാ കിട്ടിയേ? അല്ല സിമ്പിൾ ആയിട്ട് ഒരു വേടി പറ, എന്തിനാ ശരിക്കും ഇത് കിട്ടിയേ? ഏറ്റവും കൂടുതൽ ക്ലാസ് ടോപ്പർ വായിച്ചേണ്ട. ഓ കൺഗ്രാറ്റുലേഷൻ. ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ടു എക്സലൻസ്. കുട്ടിയുടെ പേരും ഭയങ്കര നാണാട്ടോ. അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും നാണും കുറവും പിന്നെ സുന്ദരിയുമായ ഒരാളാണ്. പേര് പറഞ്ഞേ ശിവപ്രിയ ബാലു. ഇവിടെ മൈക്ക് ഇരിക്കണേ, ഇവിടെ പെടത്തിട്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ മേക്കപ്പ് തുടങ്ങണം. ആർട്ടിസ്റ്റ് റെഡിയാണോ? ഞാൻ റെഡിയാ. കുളിച്ച് ഹെയർ ഇങ്ങനെ വെച്ചാ പോരെ? എനിക്ക് ഫൗണ്ടേഷൻ ഡ്രയർ ഉണ്ട്. ഇതായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇത് പഠിപ്പിക്കണ്ടേ? ബാക്കിയല്ലോ ഓക്കെ. എന്തായാലും ഒന്ന് ഉണക്കിയാ പോരെ? കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഇതൊന്ന് കുത്ത്. ഇതിപ്പോ എന്താ ഇത് ചൂട വരില്ലേ? ചൂടാവാനുണ്ടത് ഹൗലോ ഇത് ഓണാണല്ലോ. എന്തായാലും ബാക്കിത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആദ്യം ഹെയർ ആണോ ചെയ്യണം, എന്നിട്ടാണ് ബാക്കി ചെയ്യണേ? അപ്പൊ നമ്മൾ ഇന്നത്തെ മേക്കപ്പ് നമ്മൾ ആരും പുറത്തു കൊടുത്തില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം വളർന്നു വരുന്നൊരു ആർട്ടിസ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മള് അവരെ കൊണ്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചു. പരീക്ഷ ഓൾറെഡി ഞങ്ങൾ മേക്കപ്പ് ശരിക്കും ഓൾറെഡി ട്രയൽ അടിച്ച് നോക്കിയതാണ്. അടിപൊളിയായിരുന്നു സംഭവം. അടിപൊളി സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. സ്വയമായി മേക്കപ്പ് ഇട്ട് അടിപൊളിയാന്ന് പറയുന്ന ഗൈസ്. ഓ ഏതാ ലെവൽ. അത് പേസ്റ്റ് അല്ലേ? എടാ ഹെയർ ഒന്നും ചെയ്യണ്ടാ. ഉണങ്ങിക്കോളൂല്ലേ? അത് കുത്തി വെക്കേ. കാറ്റ് വരത്തില്ല. കാറ്റ് വരത്തില്ല. അല്ല ഹീറ്റ് വേവ്സ് വരത്തില്ല ഇതിനകത്ത്. ഹീറ്റ് വേവ്സ് ചെയ്യുന്ന ചൂട് കാറ്റ്. ഇത് ഇതാവണ്ടല്ലോ. ഇത് മതി. ഇത് കൊറേ കഴിയുമ്പോ ഡ്രൈ ആയിക്കോളും. ആണോ? അപ്പൊ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് തല ചെയ്യും. ഇത് പിടിച്ചേ. ആ മൊത്തത്തിൽ പിടിച്ചോ. കസേരാണോ? അതെങ്ങനെ മതിയോ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പോയി കുളിച്ചു. ശരിക്കും അടിപൊളിയായിട്ട് കുളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ ദിവസം കുളിക്കുന്നേ. അപ്പൊ ആദ്യം തന്നെ കുളിച്ചു. ആദ്യം തന്നെ മോയ്സ്ചറൈസർ വേണം. എല്ലാം സെറ്റാ. ഞങ്ങൾ ഓൾറെഡി പ്രാവശ്യം ചെയ്തു. 90s വന്ന വസൂരിയാണ് ഗൈസ് ഇപ്പോൾ മൈസ്. ഒരു വർഷം നല്ല അടിപൊളിയാ. അല്ല കുഞ്ചുവിനാരാ മേക്കപ്പ് ചെയ്യണേ? ഒന്ന് ചോദിക്കട്ടെ, നിനക്കാരാ മേക്കപ്പ് ചെയ്യണേ? ഇന്ന് മേക്കപ്പ് ഇടണേ ചേച്ചി തരൂ.
ചേച്ചിനെ കുളിച്ച എന്താ കഴിച്ച പോയിട്ട് പോടാ വേറെന്ത് കഴിച്ചു ചിക്കൻ ബർഗറും പിന്നെ ആണോ വിശപ്പ് മാറിയോ സ്കൂളിലൊന്നും ഉണ്ടായില്ല സ്കൂളിലോ അത് ഞാനവിടെ ഇരിക്കില്ലായിരുന്നു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വന്നു അപ്പത്തേനും ട്രോഫി ടീച്ചർ ഞാൻ ബെസ്റ്റ് ടീച്ചറിനോട് പറഞ്ഞു ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു അപ്പൊ ഞാൻ ഷെൽഫിനൊരു ട്രോഫി ഇരിക്കാറുണ്ട് അത് എടുത്തോണ്ട് പോയി വെച്ചു എന്നിട്ട് അപ്പൊ തന്നെ ട്രോഫി കിട്ടി പോന്നു അല്ല അച്ഛൻ ആദ്യം വേദന വിട്ടിട്ട് തിരിച്ചു പോയായിരുന്നു അല്ല അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ മോയ്സ്ചറൈസർ ചെയ്തോ ധൈര്യം ചെയ്തോ തല മോക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ട് നിൽക്കുക അടുത്ത ദിവസം മേക്കപ്പ് മാൻ വരുമ്പോ നമ്മൾ ഏതാണ് നല്ല മേക്കപ്പ് എന്ന് നോക്കും ഇവരിട്ട മേക്കപ്പ് ആണോ അതോ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ബിക്കോസ് വി ഇമ്പോർട്ടഡ് തിങ്സ് ഫ്രം യുണൈറ്റഡ് കിങ്ഡം സെഫോറ അങ്ങനെയുള്ള കമ്പനികളുടെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുച്ചി അങ്ങനെ നമ്മൾ ഹൈ ക്ലാസ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ആൾക്കാണോ പ്രൊഡക്ട്സിനാണോ ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മേക്കപ്പ് ശരിക്കുള്ള കല്യാണത്തിൽ നിന്ന് ഞായറാഴ്ച ഓൾറെഡി വേറെ ഒരു മേക്കപ്പ് മാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇങ്ങനെ കല്യാണം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആളും ഉണ്ട് അപ്പൊ നമുക്ക് രണ്ടിന്റെ ഫോട്ടോ എടുത്ത് വെക്കാം അല്ലേ എന്റെ ഏത് നല്ലത് നോക്കാം അറിയില്ലേ ആണോ കൺമശ് അമ്മേ എന്റെ യു റൈറ്റ് എന്തായാലും കുഴപ്പമില്ല എന്തൊക്കെയോ ഒരു ഇതാവണ്ടല്ലേ പോടാ ഇതോ ഓക്കെ ഇതുവരെ ഓക്കെയാ അപ്പൊ ആദ്യട്ടെന്താ ഫൗണ്ടേഷൻ പ്രൈമറോ ഓക്കെ ഓക്കെ സാധനമൊക്കെ ഞങ്ങൾ ഓൾറെഡി സംഭവം ആദ്യം എനിക്ക് ഇവിടെ ഇട്ടുന്നു ഫുള്ള് എന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആണോ നോക്കിയതാ തിരുത്തല്ലേ എവിടെ ഇന്ന് രാത്രി എന്തൊക്കെയാ പരിപാടി പറഞ്ഞേ പറയൂ രണ്ടുപേരും പറയൂ 120 ഷോട്ട് 120 ഷോട്ട് 120 ഷോട്ട് 30 ഷോട്ട് 30 ഷോട്ട് 60 ഷോട്ട് 60 ഷോട്ട് പൊട്ടക്കം ഫസ്റ്റ് സദ്യ 1000 അത് അതിനനുസരിച്ചിരിക്കും നമ്മള് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് 10,500 പേർക്ക് അല്ലേ 1500 പേർക്ക് നമ്മള് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോംലി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കഷ്ടപ്പെട്ട് എങ്ങും നമ്മൾ ഓർഡർ ചെയ്തില്ല നമ്മളിവിടെ നമ്മള് വീട്ടില് സാധനങ്ങൾ നമ്മളിവിടെ വീട്ടിൽ തന്നെ വീടിന്റെ സൈഡിൽ തന്നെ ഫുള്ള് കുക്ക് ചെയ്തു 1500 പേർക്കുള്ള സദ്യ എലി ഫുൾ ക്രെഡിറ്റ്സും അച്ചാമ്പൂനും പിന്നെ ആർക്ക് കൊടുക്കണ്ടേ ശ്രീജമ്മയ്ക്കും പിന്നെ കുറച്ച് അപ്പണിക്കും കൊടുക്കാം പിന്നെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഇടുന്നു ഒരു പണി ചേർത്ത് ഈ വ്ലോഗ് എടുക്കുന്നതാണ് അപ്പൊ സദ്യ ഫസ്റ്റ് പരിപാടി DJ പാട്ട് ഫോം പാർട്ടി DJ അല്ല നമുക്കിവിടെ ഇവിടെ ചെറിയ മൈലാഞ്ചി പോലത്തെ പരിപാടി ഉണ്ട് അപ്പൊ എന്റെ മുഖത്ത് മഞ്ഞളായിക്കൂലേ മഞ്ഞൾ അതല്ല ഞാൻ പറഞ്ഞ ഉപ്താന്റെ സാധനം മഞ്ഞ കളറിലിരിക്കും അതെവിടെ കിട്ടണേ മഞ്ഞൾ വെച്ച പോത്തില്ല അല്ലേ മഞ്ഞക്കറി ഇരിക്കും അവിടെ മഞ്ഞൾ വെച്ചിട്ട് മീശ പോകും വേണ്ട മഞ്ഞൾ വെച്ച കൊള്ളത്തില്ല നീ കോട്ടപ്പടിക്ക് നിങ്ങൾ പോയപ്പോ വാങ്ങിക്കാൻ നമ്മളൊന്ന് ഉഫ്താൻ അതാരെ ഉപ്പാനോ ഉപ്റ്റൻ ആ കോമഡി ദേ വഴി പോയി പിന്നെ അടുത്ത പരിപാടി പിന്നെ DJ ഫോം പാർട്ടി പിന്നെ വാട്ടർ ഡ്രം ഉണ്ട് വാട്ടർ ഡ്രം അതിനകത്ത് ഏറ്റവും മെയിൻ സാധനം അങ്ങനെയല്ല ഡ്രമ്മില് മറ്റേതില്ലേ
ആ സംഭവം ഉണ്ട്. അത് വരുവരൊക്കെ. അപ്പൊ DJ, വാട്ടർ ഡ്രം, പിന്നെ ഫോം പാർട്ടി, പിന്നെ എല്ലാവരും ഇപ്പൊ നമ്മള് കല്യാണം അടിച്ചു പൊളിക്കണം. ഓക്കെ, പിന്നെ ഗ്രൂമിന്റെ ഡാൻസ്, ഗ്രൂമിന്റെ ടീം കല്യാണം പോയി. അത് ആദ്യമേ പറയാം. ഓ പിന്നെ ഗ്രൂം ടീമിന്റെ ഡാൻസ്. സൂര്യൻ ഇല്ലാത്ത ക്യാമറാമാൻ ഇല്ലാത്തോണ്ട് അടിപൊളി ആവൂല. അടിപൊളി ആയിരിക്കും ഉണ്ടാവില്ലേ? അടിപൊളിയായിരിക്കും. അതായത് ഈ കൂട്ടത്തിലെ ഏറ്റവും ഈ കൊച്ചിനേക്കാളും നാണം കൂടുതലുള്ള ആളാണ് കാണിച്ചത്. നാണമില്ലാത്ത ആളെ കാണിച്ചു കൊടുക്കട്ടെ. നാണമില്ലാത്ത ഒരു നാണമല്ല. അപ്പൊ ഡാൻസ് കളിക്കണ്ടോ? അത് പറ്റില്ല. ഇനി എന്തൊക്കെയാണ്? ഒരുപാട് ഗിഫ്റ്റ് ഒന്നും വേണ്ട. കോമ്പസോ കോമ്പാക്ട് എടി തന്നെ പൗഡർ കുട്ടിക്കുരയോ? അതോ അങ്ങനെ മഴ ഉണ്ടോ? പറയാം. ഇവിടെ ചെറുക്കനേക്കാൾ അടിപൊളി ഇവിടെ കുഞ്ചുവാണ്. ബാബുജി. ആ മുടി ഇങ്ങനെ വെച്ചാ പോരടെ. കൊള്ളാല്ലേ കുഞ്ചു? അടിപൊളിയായിട്ട് വെക്കേ സെറ്റിയേ. അതന്നെ അടിയാവാ. എനിക്കിഷ്ടായി. സെറ്റല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഓവറോ? നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്നില്ലല്ലോ. ബമ്പർച്ചിരി പൊക്ക അവര് പൂട്ടിപ്പൊക്കോളും. നമുക്ക് ആദ്യം തന്നെ സദ്യ കഴിച്ചാലോ? അല്ലെങ്കിൽ നമുക്ക് ആദ്യം പോയി ഇത്രയും പേർക്ക് പോയി സദ്യ കഴിച്ചാലോ? നമുക്ക് വിശക്കുമെന്ന് പറഞ്ഞാലോ? എന്നിട്ട് നമുക്ക് അവരെ സദ്യക്ക് നമുക്ക് അവരുടെ ഓപ്പോസിറ്റ് മന്തി കഴിക്കാം. അപ്പൊ റിവെഞ്ച് ഇല്ല എല്ലാവരും. എനിക്കിന്ന് മന്തിയാണ് തന്നെ ശരിക്കും. പക്ഷെ മന്തി ബോറത്ര മന്തി. നമ്മള് റാക്കാട്ടിലെ കല്യാണത്തിനായിട്ട് സദ്യ കഴിക്കാൻ മന്തി പാർവതി മന്തിയാണ് ഏറ്റവും അടിപൊളി. പാറു ചേച്ചിയുടെ അമ്മയുടെ പേര് മമ്മി. എല്ലാ ചേച്ചിയുടെ അമ്മയുടെ പേര് ഏത്? പാറു. Bro, Appu, Navy from Rakat. I don't know. I know Appu. ദീപ ചേച്ചിയാണോ? ഒരു സെറ്റപ്പില്ലേ? എല്ലാവരും സെറ്റപ്പല്ലേ? എന്റെ ഇവിടെ താടി കൊക്കല്ലേ? താടി സൂം ചെയ്തിട്ട് ഫ്ലാഷ് അടിച്ച് കാണാം. താടി ഒക്കെ എല്ലാം സെറ്റാ. എന്തിനാ പ്രൈമർ തേക്കണേ? അറിയത്തില്ല. 10 മിനിറ്റത്തെ യൂട്യൂബ് കണ്ട് മേക്കപ്പ് പഠിച്ച ആളാണ് ദേവുപ്രിയ ബാലു ഫ്രം UK. എന്തായാലും ഭംഗിയാവണല്ലേ? കാണിച്ചേ. എന്തായാലും ഇന്നലെ പോയി ഞാൻ മറ്റേ ഇത് ചെയ്തു, ഡീറ്റാനും ചെയ്തു, ഫേസ് വാഷ് അല്ല ഫേഷ്യൽ ചെയ്തു, O3 അങ്ങനത്തെ സംഭവം പറഞ്ഞൊരു നൈസായിരുന്നു. ഫേസ് കുറെ നേരം മസാജ് ചെയ്ത് കുറെ അവര് സാധനങ്ങൾ കിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൺസീലർ കേട്ടോ? മറ്റേ പിങ്ക് സാധനല്ലേ? അതിന്റെ പേരെന്താ? ബ്ലഷ് വരണ്ട. കൺസീലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ സ്റ്റിക്ക് പോലത്തെ അതല്ല ഇവിടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കളഞ്ഞു. ഇപ്പോഴും ഡാർക്ക് ഉണ്ടല്ലേ? കളാതൊക്കെ വെള്ളപ്പൊടി ഡാർക്ക് സ്പോട്ട് ഒക്കെ സെറ്റ് ചെയ്യും. എന്റെ വീട്ടിൽ ഇപ്രാവശ്യം എന്തിനാ സൂര്യൻ കൂടിയേക്കണേ?
സൂര്യൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അറിയാമോ? സൂര്യ സിനിമ വിളിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ് കാണാൻ പറ്റുമോ? ഇങ്ങനെ നടക്കണം. പോടാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ പണ്ടത്തെ അല്ലേ, അന്ന് ബോധമില്ലല്ലോ. പ്രൈം പ്രൈമോ? ഒരു സെക്കൻഡ് ഇങ്ങനെ നടക്കണം. അത് ഈ സൈഡിൽ നിന്ന്. ഏയ് നോ 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 നോ. എനിക്ക് തോന്നില്ല. മേളിലേക്ക് വെക്ക്, മേളിലേക്ക് വെക്ക്. ആ അങ്ങനെ വെച്ചു. അല്ലെ വൈബ്രേറ്റ് ചെയ്യണം. അവിടെ താഴെ താഴെ മറ്റേ എത്ര വാട്ടിനെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ട് ആണ്. 1000 വാട്ടാ അത്. താഴെ താഴെ ഒന്ന് പോയി താഴത്തെ കാണിച്ചിട്ടുണ്ട്. സ്പീക്കർ താഴെ ഇവിടെ ആരുമില്ലല്ലോ. ഹായ്, അവര് ബിസിയാണ്. നിങ്ങൾ അധികമുണ്ടോ? കേറിക്കോ. വാ, പോരെ പോരെ പോരെ. ഹായ്, വരൂ 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 വരൂ. ക്യാമറമാൻ വരൂ. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളകത്ത് വേറൊരു ലോകത്തായിരുന്നു അല്ലേ? അല്ലേ, അകത്ത് വേറെ ലോകത്തായിരുന്നു. ഇവിടെ വന്നപ്പോ വേറെ ലോകത്തേക്ക് നമുക്ക് തിരിച്ച് നമ്മുടെ ലോകത്തേക്ക് ഫുള്ള് ഇവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കലവറ എവിടെയാണ്? ഇവിടുന്ന് മൊത്തത്തിലേ കാണുന്ന പമ്പല് ഫസ്റ്റ് തന്നെയാണ്. അതെന്നാ അതാണ് സ്റ്റേജ്. സ്റ്റേജ് എടുക്കുന്ന സ്റ്റേജ് വീട്ടിലേക്ക് വരുന്ന വഴി വണ്ടി. This is Amman and the next one is other uncle. ബാധിക്കുമല്ലോ. ബാധിക്കാം. ബാക്കി മേക്കപ്പ് ചെയ്യ. വാ പോലെ. സൂര്യന്റെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ കൂടെ സഹായിക്കാൻ ഞാൻ വിളിച്ചോട്ടെ. ആ വിളിച്ചോ. ക്യാമറമാൻ ഡോണ്ട് സ്റ്റോപ്പ് ടേക്കിംഗ് വീഡിയോ. വാ വാ വാ, ചെയ്തോ ചെയ്തോ, തീർക്കതായി. ആ ഇവിടെ ഇരിക്കുവാ. ഇട്ടോ, നേരിട്ട് ഇട്ടോ. കുഞ്ഞുമീനോ? ആരെ? ആരെ? മറ്റേ മിനിയമ്മയല്ലോ. സുനിയമ്മായി. Sorry, പേര് മാറിപ്പോയി. ഉണ്ടാവും. നീ വട്ടൊക്കെ ഇരിക്കില്ല സൈഡിൽ. നീ ആരെ വിളിക്കണേ? കട്ട് എടുക്കുന്ന. ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്യാം. അത് പ്രശ്നമല്ല. ബ്ലോഗിന് വേണ്ടിയിട്ടൊക്കെ ആ പിള്ള വിളിച്ചോളൂ. കുറച്ച് ഗ്ലിറ്റർ കിട്ടുന്നുണ്ട്. ഗ്ലിറ്റർ ഇട്ടാ കൊള്ളത്തില്ലോ. ഗ്ലിറ്റർ ഇട്ടാ സെറ്റപ്പില്ല. നിങ്ങളുടെ പേരെന്നാ? പാവയുടെ പേരെന്നാ? ആ ലക്ഷ്മി. കേൾക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാ. ഇവിടെ പറയേ ലക്ഷ്മി. DJ കേട്ടോ, തുള്ളണം കേട്ടോ. താഴെ പോയി. ഇപ്പോഴല്ല, താഴെ. സെറ്റായോ? സെറ്റായോ? ക്ഷമ വേണം. അതാ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞില്ലേ, അത്ര പാടൊന്നുമില്ല. ഇവിടം വരെ വാനത്ര പാടണമെങ്കിൽ സ്ഥലത്തിന് ടൈം പോയിക്കൊണ്ടിരിക്കാട്ടോ. മതി മതി. ഫൈനൽ ടച്ച് സ്പ്രേ അടിക്കുക. വെയിറ്റ് കറോ. ചിരിച്ച് കണ്ടിപ്പോയി. കണ്ടതായി. ഇവിടെ അടിച്ചില്ലല്ലോ. അയ്യോ എവിടെ എവിടെയാണോ? കണ്ടിപ്പോയോ?
അത് വെപ്പല്ലേ കണ്ണു തുടയ്ക്കുന്ന ഇപ്പൊ കരയണ്ട പ്രതിസന്ധി എന്റെ ഘട്ടങ്ങൾ കണ്ണിപ്പോ എനിക്ക് മിണ്ടാൻ കാണാൻ പറ്റും, തുറന്ന വേനെടുക്കും. ഇതെന്നത് അത് തലോണ എന്നാ ദേ തോർത്താണോണ്ട എന്നാ ശരി വരുമോ? ശരി വരുമോ? ഇല്ല കുറച്ചതല്ല ദേ തോർത്തിന് ഉമ്മടക്കാം. ഈ ഭീഷണി എന്റെ കണ്ണ് തുടച്ചോട്ടെ അങ്ങനെ. നീ ഇങ്ങനെ കണ്ണിനടിച്ച് കരയണ്ട പക്ഷേ പിടിക്കാനല്ലേ പറഞ്ഞേ ഞാൻ എന്റെ കണ്ണ് ശരിക്കും അടച്ചു വെച്ചു, നീ എന്റെ ഇടയ്ക്കേക്ക് അടിച്ചു. ഓക്കെ നീ അനക്കരുത് കേട്ടോ വീശാൻ പേപ്പർ ഉണ്ടോ വീശാൻ ഇതുണ്ടറി. ഓ ഡെഡിക്കേഷൻ ലെവൽ ദേ ഊതണ്ട കേട്ടോ ഇപ്പൊ തന്നെ കണ്ണിനെ കഴിച്ചു പോകും ഇത് പോയാ എന്തല്ല ബ്രോ ഇപ്പൊ ലുക്കായി കരഞ്ഞ ഗ്ലോ ചെയ്യും കരഞ്ഞ ഗ്ലോ 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 അല്ല സൂര്യ ഇങ്ങനെ കരഞ്ഞ കുള വരും ഡിസ്റ്റൻസ് കൊടുത്ത്. ഇപ്പൊ പറഞ്ഞ തഗ് ഇടണം കേട്ടോ. എന്താ അത് നമ്മള് കട്ട് ചെയ്ത് റീലായിട്ട് ഇടും. എടി നീ എനിക്ക് സൈഡിൽ ചെയ്യാൻ പറ്റില്ലേ? നീ എന്ത് മേക്കപ്പ് എന്നെ കാണിച്ചു തരൂ. ഞാൻ ഓ ഇത് മുന്നേ ഓക്കെ അല്ലേ? നെറ്റിയിടാം ആനിട്ട ചാടിപ്പോ ഓണായിക്കോണേ. പാനിടണ്ട പാനിടണ്ട പാനിട്ട ചിലപ്പോ കേക്കും. അല്ലല്ല ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഡ്രസ് ചെയ്തിട്ട് ബാക്കിയത് കാണാം. അപ്പൊ ഞാൻ ഇവരെയൊക്കെ പുറത്തിറക്കി ഞാൻ ഡ്രസ്സ് നമ്മുടെ സെറ്റ് ചെയ്യാം. ഇനി ഞാൻ അപ്പൊ മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം ഗൈസ്. നല്ല മേക്കപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല മേക്കപ്പ് അല്ലേ? അപ്പൊ എന്തിനും താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് വർക്ക് ഫോർ മീ വിത്ത് നോ മണി ആൻഡ് നോ ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ നമുക്ക് ഡ്രസ് ചെയ്തിട്ട് ബാക്കിത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ ഡ്രസ് ചെയ്യാൻ പോലെ ഡ്രസ് ഇടല്ലേ? ഇത് കൊണ്ടുപോവാ മേക്കപ്പ് വേഗം ഇതാവോ ഡ്രസ് ചെയ്യാം. എന്നിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്തോട്ടെ. ഞാൻ ഡ്രസ് എടുത്തേ. വേഗം മാറോ? വേഗം മാറുമെന്ന് ചോദിച്ചേ. അപ്പൊ ബാക്കി നമുക്ക് ഫുൾ ഡ്രസ് ഇട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഡ്രസ് അവരൊക്കെ വീഡിയോ എടുത്തിട്ട് ആ വഴി പോയി. ഇതാണ് ഔട്ട്ഫിറ്റ്. ഈ പരിപാടിക്ക് പോകുന്നത്. പിന്നെ